വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനസ് ക്രേസി ടോക്സ്. ഗൈസ്, ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ദൃശ്യം 3 കാണാൻ വേണ്ടിട്ടാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. ഏത് ഡേറ്റ് എത്ര? 22 മെയ് ആണ്. ഇന്ന് ഞങ്ങള് ഇപ്പൊ 6:45 നമുക്ക് ഷോ. ഇവിടെ അടുത്ത് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഗലേരിയ മോളിലാണ് തിയേറ്റർ ഉള്ളത്. അപ്പൊ നമ്മൾ അവിടെയാണ് ഇപ്പൊ പോകുന്നത്. ലാസ്റ്റ് നമുക്ക് ആക്ച്വലി ബാക്കിൽ സീറ്റ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് മൊമെന്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലായി പോയി ഗൈസ് കിട്ടിയത്. H13 and 14. Yes, exactly. അപ്പൊ ഇപ്പൊ നല്ല ലേറ്റ് ആയി. 5 മണിക്ക് ഇരുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ് ഇവിടെ ഇവിടെ എത്തിയത്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഇറങ്ങിയില്ലേല് മൂവി ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയില്ല. സോ വീഡിയോടെ പോകുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ടാകും. അതും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ എന്നെ കുഞ്ഞ് ഫാമിലിയെ മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഗൈസ്, ഇവിടെ കാണിക്കുന്നത് ഇഗ്നോർ ചെയ്യുക. അപ്പൊ നമുക്ക് ടൈം കളയാതെ വേഗം വീഡിയോ ഇടുക. ഞാൻ ഇട്ടത് ഈ ഒരു ബ്ലൂ ജീൻസും ഈ ഒരു ടീഷർട്ടാണ്. ഇത് എനിക്ക് ആക്ച്വലി ദുബായിൽ പോയ സമയത്ത് ചേച്ചി വാങ്ങി തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് ഇന്ന് ഇടാന്ന്. നല്ല ബീച്ച് വൈബ് ഉള്ള ഒരു ടീഷർട്ടാണ്. അതെ, ഇവള് പറയുന്നത് ജിൽ ടീഷർട്ടാണ്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് വേഗം പോകാലോ. ഗൈസ്, എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങിയതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഒരു മൂവി ഞാൻ പോയിട്ട് കാണുന്നത്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. ഒരു 5:15 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഈ ഒരു വൈറ്റ് ഷൂ ഇടാന്നാ വിചാരിക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് ഷൂ ഇടണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകുന്ന യലഹങ്ക ഭാഗത്തേക്ക് നല്ല പൊടിയാണ്. അത് ഓർത്ത് മാത്രമാണ് മഴ പെയ്യില്ലാന്ന് വിചാരിച്ച് ഞാൻ ഷൂ ഇട്ടത്. നമുക്കിപ്പോ ഇവിടുന്ന് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് ദേവനഹള്ളിയിൽ പോയിട്ട് അവിടുന്ന് ബസ്സിൽ കിടക്കുക. പെട്ടെന്ന് ഓഫായത്. ഞാൻ വ്ളോഗ് എടുത്തോണ്ട് വരുമ്പോൾ ഓണർ ഫ്രണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോളേജിന്റെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. ആസ് എന്റെ ഷോർട്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്റെ റൂമിൽ നിന്ന് കോളേജിലോട്ട് വെറും 5 മിനിറ്റ് മാത്രമേ നടക്കാനുള്ളൂ. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലെത്തി ഓട്ടോ പിടിച്ചിട്ട് നേരെ ദേവനഹള്ളിയിലേക്കാണ് പോകുന്നത്. അന്നും പോവാം, പക്ഷേ കുറച്ചധികം ദൂരമുണ്ട്. പിന്നെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറിലെല്ലാം കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് തോന്നുന്ന റേറ്റ് അവർ വാങ്ങുന്നത്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഒന്നുമില്ല, മിനിമം ചാർജും ഇല്ല. അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന റേറ്റ് ആണ് ഇവരിടുന്നത്. വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിക്കേണ്ടി വരുന്നു. അങ്ങനെ ദേവനഹള്ളിയിലേക്ക് എത്തി. ദേവനഹള്ളിയിൽ നിന്ന് ബസ് കയറി നേരെ പോയി ഇറങ്ങിയത് യലഹങ്കയിലാണ്. വിചാരിച്ചാലും നേരത്തെ എത്തിയ കാരണം ഞങ്ങൾക്ക് സമയം ഉള്ളത് കൊണ്ടും അനക്ക് ചെറിയ തലവേദന ഉള്ളത് കൊണ്ടും എനിക്ക് വിശപ്പുള്ളത് കൊണ്ടും ഞങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും കഴിക്കാന്ന്. അങ്ങനെ ഒരു എഗ് പഫും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഗലേരിയ മോളിൽ പോവാണ്. ഭയങ്കര ഡസ്റ്റാണ്. ഷൂ ഇട്ട് എന്തുകൊണ്ട് നന്നായി എന്നാ വിചാരിച്ച്. ഇവിടെ നേരെ മുമ്പിലാണ് ഗലേരിയ മോൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഞങ്ങൾ വരണം. ഞങ്ങളിവിടെ 6:24 എത്തിയതാണ്. ഞങ്ങൾ ചായ കുടിച്ചു, എഗ് പഫ് കഴിച്ചു, അവള് വെജ് പഫ് കഴിച്ചു. 6:45 നമ്മളെ മൂവി. ഇപ്പൊ സമയം 6:45 ആറായി. നമ്മളിവിടെ നേരെ അവിടെ കാണുന്നതാണ് ഗലേരിയ മോള്. പക്ഷെ നമുക്ക് നല്ല ടേൺ ചെയ്തിട്ട് പോണം. നമ്മള് ഓട്ടോയിലാണ് പോകുന്നത്. ലേറ്റ് ആണ്ട് അത് ഓട്ടോയിലാണ് പോവാന്ന് വിചാരിച്ചത്. ഇപ്പൊ ഓട്ടോ തന്നെ നല്ല ലേറ്റ് ആകുന്നുണ്ട്. നല്ല ട്രാഫിക് ആണ്. ലേറ്റ് ആയിട്ട് ഇവിടെ കളിക്കുമ്പോ സിനിമ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ സമയത്ര 52 6:52 5 മിനിറ്റ് 10 മിനിറ്റ് ആഡ്. ട്രാഫിക് നല്ല ലൈറ്റിങ്സ് കൊള്ളാം. അതെ, ലേറ്റ് ആയി ലൈറ്റിങ്സ് കൊള്ളാം. എന്റെ സങ്കടമല്ല, എനിക്ക് പോപ്കോൺ വാങ്ങാൻ സമയമില്ല. ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഊബറിലാണെങ്കിൽ കുറച്ചേ പോകാനുള്ളൂ. പക്ഷെ ഒടുക്കത്തെ ട്രാഫിക് കാരണം നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായത്. 5:54 ആയിട്ടുണ്ടായത് നമ്മൾ എത്താൻ വേണ്ടിട്ട്. ഇപ്പൊ എന്തായാലും മൂവി തുടങ്ങിയിട്ടുണ്ട്. വാ ഓട്. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയപ്പോ ശരിയാ ഓൾറെഡി അവിടെ ലേറ്റ് ആയിരിക്കുമ്പോ എത്തി. ആ ഡ്രസ് കൊള്ളാൻ ഷോപ്പിന് ഒരു മിറർ വീഡിയോ. കറക്റ്റ് ടൈമിംഗ് ഗൈസ്, എന്തോ ഭാഗ്യം കാരണം കറക്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായത്. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള്. കുറച്ചുകൂടി സമയത്തിനെത്തില്ലേ.
നേരമായിട്ട് കാത്തിരിക്കുവോ? ഒരു മിനിറ്റ്. അങ്ങനെ ഒരു 8-10 ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇന്റർവെൽ ആയി. സോ ഫാർ മൂവി വാസ് സോ ഗുഡ്. എന്താകും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഞങ്ങള്. മൂവി ഇന്റർവെൽ ആണ്. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ അടിപൊളിയാണ്. എന്താവും അടുത്തെന്നുള്ള ഒരു ഇതാണ്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഇന്റർവെൽ കഴിഞ്ഞ് സിനിമ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ എല്ലായിടത്തും ലാസ്റ്റ്. അതെ അതെ അതെ. ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഷോപ്പിങ്ങിന് പോയാലോ എന്നാണ് ഡയലോഗ് പറഞ്ഞത്. അങ്ങനത്തെ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. പോപ്കോൺ നമ്മൾ എന്താ വാങ്ങായിരുന്ന സമയമില്ല, പക്ഷെ സെൽഫി എടുക്കുന്ന സമയമുണ്ട്. അവർക്ക് വേറെ കൊച്ചിനെ ആ പയ്യനെ കല്യാണം കഴിഞ്ഞ ഗൈസ്, അങ്ങനെ മൂവി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ മൂവി റിവ്യൂ കേട്ടാലോ? എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? നല്ല മൂവിയാ. പാർട്ട് 4 ഉണ്ടാവും തോന്നുന്നു. ലാസ്റ്റ് അതെ എന്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ല എന്റെ എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് വന്നു. അപ്പൊ പാർട്ട് 4 ഉണ്ട്. ഉണ്ടാവായിരിക്കും. എന്താണ് ഇത് വെബ് സീരീസ് ആക്കുന്നത്? ഞങ്ങളെ മൂവി കണ്ടു. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും. ഇവിടെ മാച്ച് കാണുന്നയാ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ബർഗർ കിങ്ങിലേക്ക് പോയിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്ത് കിട്ടാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ്സ് എടുക്കും. ആ ഒരു ടൈം കൊണ്ട് വാഷ്റൂമിൽ പോയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൈ ഇങ്ങനെ ഡ്രൈ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. ഞങ്ങള് ഇപ്പൊ ഗലേറിയ മോളിൽ നിന്ന് മൂവി കണ്ടിട്ട് പുറത്തു വന്നു. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ സമയം എത്രയിടാ? 10:09. അപ്പൊ ഇനിയിപ്പൊ അങ്ങോട്ട് പോയാൽ ഫുഡ് കിട്ടൂല. റൂമിൽ പോയി ഫുഡ് ഉണ്ടാക്കാൻ മടിയാണ്. ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പൊ ഞങ്ങള് ബർഗർ കിങ്ങില് 2 ബർഗർ മീൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഓർഡർ നമ്പർ വന്നു. അനക പോയി ഞങ്ങളുടെ ഓർഡർ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഫ്രഞ്ച് ഫ്രൈസും ബർഗറും അതുപോലെ തന്നെ കോക്കോ ആയിട്ടുള്ള ഒരു മീലായിരുന്നു. 1 അല്ല 2 മീൽസ് ആയിരുന്നു. എൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം. എങ്കിൽ കൂടി ഞാൻ പറയാണ്, അനക എൻ്റെ പ്രസന്റ് വർക്കിംഗ് പ്ലേസിലെ കൊളീഗും അതുപോലെ തന്നെ കോളേജിലെ ജൂനിയറും ആണ്. കോക്ക് ഇഷ്ടമല്ലാതെ ഞാൻ കോക്ക് കുടിക്കണം. ഞാൻ കുടിക്കാൻ ഇതിനകത്ത് ഒന്നുമില്ല ഗൈസ്. ഒരു പണ്ട് ഞാൻ കഴിക്കില്ല, അത് കളയാം. ചിക്കൻ പാറ്റി, നമ്മൾ ഇത്രയും ചിരിക്കാൻ കാരണം ഞാൻ നാച്ചുറലായിട്ട് പറഞ്ഞ ഒരു കാര്യം അവളെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം ചിരിച്ചത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ ബൈ. ബസ് ഉണ്ടാവും. ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഇട്ടില്ല. ഞങ്ങൾ മോളിൽ പുറത്തിറങ്ങട്ടെ. ഡോക്യുമെന്ററി ആണ് ഗൈസ്. ഡോക്യുമെന്ററി വീഡിയോ ആണ്. ഞങ്ങളിപ്പോ തിരിച്ചു പോകുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട്. ബസ് കയറേണ്ട അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ കുറച്ചൊരു ഡോക്യുമെന്ററി പ്രൂഫ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അനകക്ക് ഞാൻ അല്ലെങ്കിൽ അനക നമ്മൾ രണ്ടുപേരും ആരെങ്കിലും ഇവിടുന്ന് ആകാശന്ന് പോകുന്നതിന് മുന്നേ അനകക്ക് ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ ആക്കുന്നതായിരിക്കും. അനകൊക്കെ തീരെ അല്ല, കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, പോസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ബുദ്ധിയുള്ളൂ. സോറി ഗൈസ്. അനകൊക്കെ ഫോട്ടോ എടുക്കാൻ വീഡിയോ ഫോട്ടോ എടുക്കാൻ ക്യാമറയുടെ ആംഗിൾ ഒട്ടും നേരില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ബെറ്റർ ആണ്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവൾ ഇടുന്നതിന് പോകുന്നതിന് മുന്നേ ഞാൻ അവളെ നല്ലൊരു അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ലൊരു ആംഗിള്, ഐ മീൻ നല്ല ആൾക്കാർ പറയണം, വാ നിനക്ക് ഇത്രയും നല്ലൊരു ഫോട്ടോ എടുക്കാൻ അറിയോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ പറയണം. അപ്പൊ അനക ഇത് നീ സ്കില്ല് കിട്ടിയേക്കുമ്പോ അനക എന്ത് പറയും? എന്റെ ഉച്ച സുഹൃത്തും പകലൊരു സഹോദരിയുമായ അനുശ്രീ ചേച്ചി കാരണമാണ് പുള്ളിക്കാരി ഞാൻ ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു വണ്ടി വരില്ല, നമുക്ക് ബസ് കിട്ടിയിട്ടാ. കള്ളു കുടിച്ച് ഫിറ്റായിട്ട് ഒരു ഞരമ്പരോഗി ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അയാളെ മൂവ്മെന്റ്സ് ആയിരുന്നു നമ്മൾ നോക്കുന്നുണ്ടായത്. കാരണം അയാൾ ഭയങ്കര മോശമായിട്ടായിരുന്നു ബിഹേവ് ചെയ്യുന്നുണ്ടായത്. ഊരിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് തീരെ സേഫ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഗൈസ്, ഞങ്ങളെ പോലീസ് ഇപ്പൊ പൊക്കിയാണ്.
വെറുതെ അറിഞ്ഞാട്ടോ. നാക്കിന് എല്ലില്ലാന്ന് കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ്. നമ്മള് കുറച്ച് ഫ്രണ്ട്സ് ആക്കി, പോലീസ് ഫ്രണ്ട്സ്. ഒരു സെൽഫി എടുക്കാൻ പറ്റും. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലേക്ക് എത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട റൂമിലേക്കല്ല, റൂമിന്റെ ഫ്രണ്ടിലേക്ക് എത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ. നമുക്ക് പുതിയൊരു വീഡിയോ ഞങ്ങൾ വരും, പെട്ടെന്ന് വരും. അത് ബൈ.